താനൂർ തീർച്ചയായിട്ടും ഇടതുമുന്നണിൻ്റെ സ്ഥാനാർത്ഥി തന്നെ ചെയ്യുന്നുണ്ട്. ഇടതുമുന്നണി സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന സമീർ ജയിക്കും എന്നുള്ളതിനാണ് പ്രതീക്ഷ. കാരണം കഴിഞ്ഞ ഒരു 10 വർഷങ്ങളിലായിട്ട് താനൂരുണ്ടായ സമഗ്രമായ ഒരു വ്യത്യാസത്തിൻ്റെ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എന്തുണ്ടായിരുന്നു അത് ഈ വ്യത്യാസം എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്? താനൂർ മേഖലയിൽ തന്നെ സമഗ്രമായ ഈ ഒരു നഗരം, ഈ നഗരത്തിൻ്റെ മുഖച്ഛായനെ മുമ്പ് കണ്ടിരുന്ന അല്ലെങ്കിൽ മുമ്പ് വർഷങ്ങളായിട്ട് കണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. നഗരം മാത്രമല്ല, ഒരുപാട് പദ്ധതികൾ, പരിപാടികൾ എല്ലാം താനൂരിൽ ഒരു മൊത്തത്തിലുള്ള അന്തരീക്ഷത്തിൽ തന്നെ മാറ്റി. അത്തരം ഒരു അന്തരീക്ഷം, അത്തരം ഒരു സാഹചര്യമാണ് താനൂർ ഉണ്ടായിരുന്നത് എങ്കിൽ 2 ടേമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന MLA ആ ആത്മവിശ്വാസം ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് തിരൂരിലേക്ക് മാറി? അതിനെ വേറൊരു രീതിയിൽ കാണാം. താനൂർ ഏകദേശം കാര്യങ്ങൾ മുമ്പത്തെ നിലയിൽ നിന്ന് കുറേ കൂടി മെച്ചപ്പെട്ടു. തിരൂർ അത്തരം കാര്യങ്ങളിൽ, വികസനപരമായ കാര്യങ്ങളിൽ ഒരുപാടും കൂടി മുന്നേറാനുണ്ട്. നാട്ടുകാരനും കൂടിയായ അദ്ദേഹം തീർച്ചയായിട്ടും അവിടെയും കൂടി ആ രീതിയിൽ എൻ്റെ നാട്ടിലും കൂടി കുറേ കൂടി മെച്ചപ്പെടണമെന്ന് വിചാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മാറിയെന്ന് വിയോജിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് തിരൂർ കഴിഞ്ഞ് തൊട്ടടുത്ത മണ്ഡലത്തിലേക്ക് മാറും. ഒരുപക്ഷെ പൂർണ്ണ ഒരു 10 കൊല്ലം കൊണ്ട് ഏകദേശം മാറ്റങ്ങൾ വരാൻ പറ്റും. ഇവിടെ ഒരു 10 വർഷം കൊണ്ട് സമഗ്രമായ മാറ്റങ്ങൾ വന്നെങ്കിൽ തിരൂരിൽ അതിൽ എളുപ്പമാണ്. ഒരുപാട് സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും എവിടെയാണോ കുറച്ചും കൂടി മെച്ചപ്പെട്ടതെന്ന് വരുത്തേണ്ടതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് മാറുന്നതിൽ തെറ്റെന്താണുള്ളത്? മാത്രമല്ല, സ്വന്തം നാടാണ്, ആ നാടിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അവിടെ സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അതിനും തെറ്റില്ല.